ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മകളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ് വേസ്റ്റ് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് എന്ന് പറയുന്നത് അല്ലെ. നല്ല അടിപൊളി ചാപ്റ്റർ ആണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻസ് ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും, അതായത് 6 മുതൽ 7, 8, 9 അല്ലെ, ഇനി വരുന്ന എത്ര കാലം നിങ്ങൾ മാത്സ് പഠിക്കുന്നു അത്രയും കാലം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 ഓപ്പറേഷൻസ് ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് ചെയ്ത് എൻ്റെ മക്കൾക്കൊക്കെ ക്ലിയർ ആയതായിരിക്കും. ഡിവിഷന്റെ കേസ് വരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് ഇപ്പോഴേ ക്ലിയർ ആക്കിയിട്ടില്ല എങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ, അതായത് ഇനി വരുന്ന ഹയർ ഡിവിഷൻസിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. അതൊന്നുകൊണ്ടല്ല, ഏറ്റവും ബേസിക് ഓപ്പറേഷൻസ് ആയ ഡിവിഷൻ നിങ്ങൾ കൃത്യമായിട്ട്, ഡിവിഷൻ മാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ അഡിഷൻ, സബ്ട്രാക്ഷൻ, ഈ 4 ബേസിക് ആയ ഓപ്പറേഷൻസ് അത്രയും ക്ലിയർ ആക്കിയാൽ മാത്രമേ ഇനി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാത്സിൽ അടിപൊളി മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ബേസിക് ഓപ്പറേഷൻ ആയ ഡിവിഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിവിഷൻ ചെയ്യാൻ വേണ്ടി മിസ് ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. 969 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഡിവിഷന്റെ ചോദ്യം വന്നാൽ ആ വലിയ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക, 969 എന്ന് വെറുതെ അല്ലേ സൈഡിലോട്ട് മാറ്റി എഴുതുക. എന്നതിന് ശേഷം അതിനെ എന്ത് ചെയ്യുക, ഒരു കൂട്ടിലിട്ട് അടയ്ക്കാം. ഇങ്ങനെ ഒരു കൂട്ടിലിട്ട് അടയ്ക്കുക. അതായത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന നമ്പർ ഏതാണോ അതിനെ എഴുതി അതിനൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കുക. എന്നിട്ട് സെക്കൻഡ് നമ്പർ എന്ത് ചെയ്യുക, പുറത്ത് എഴുതുക. റെഡി? ഇത്രയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ നമ്പർ എടുക്കുക. ആദ്യത്തെ നമ്പർ ഇവിടെ 9 ആണ്. 9 എന്ന് പറയുന്നത് 4-നേക്കാളും ബിഗ് ആണ്. 9 എന്ന് പറയുന്നത് 4-നേക്കാളും ബിഗ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 4ന്റെ ടേബിളിൽ 9 ഉണ്ടോ? 4ന്റെ ടേബിളിൽ 9 ഇല്ല. എത്രയാണുള്ളത്? പിന്നെ 8 ആണുള്ളത്. എത്ര ടൈംസ്? 2 ടൈംസ്. 2 × 4 8. സബ്ട്രാക്ട് ചെയ്യുക 1. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് ഇറക്കി എഴുതുന്നു 6. 4ന്റെ ടേബിളിൽ 16 ഉണ്ടോ നോക്കുക. 4ന്റെ ടേബിളിൽ 16 ഉണ്ടോ? ഉണ്ട്. എത്ര ടൈംസ് ആണ്? 4 ടൈംസ്. 4 × 4 16. സബ്ട്രാക്ട് ചെയ്യുക 0 0. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഒരാളെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, താഴേക്ക് ഇറക്കി എഴുതാനുണ്ട് 9. പിന്നെയും നോക്കുക, 4ന്റെ ടേബിളിൽ 9 ഉണ്ടോ? 4ന്റെ ടേബിളിൽ 9 ഇല്ല. എന്തേ ഉള്ളൂ? 8. എത്ര ടൈംസ്? 2 ടൈംസ്. 2 × 4 8. അപ്പം റിമൈൻഡർ 1. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടും. അവരെ ഒന്ന് നമ്മൾ എടുത്തെഴുതണം. എന്തൊക്കെയാണ് എടുത്തെഴുതേണ്ടത്? ഇവിടെ കോഷ്യന്റ് ആൻസർ ആയിട്ട് വരുന്നത് 242 ആണ്. റിമൈൻഡർ ആയിട്ട് വരുന്നത് 1 ആണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. കോഷ്യന്റ് 242, റിമൈൻഡർ 1 എന്ന് പറയും. റെഡി? അപ്പോൾ ഇങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുക. നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. 532 ഡിവൈഡഡ് ബൈ 6. ഡിവൈഡഡ് ബൈ 6. റാൻഡം ആയിട്ടൊരു നമ്പറാണ് മിസ് എടുത്തത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഫസ്റ്റ് കാണുന്ന നമ്പർ എന്ത് ചെയ്യുക, ഉള്ളിൽ എഴുതുക. എന്നിട്ട് അതിനൊരു ബോക്സ് ആക്കി എഴുതുക, പുറത്ത് 6 എന്ന് എഴുതുക. ഓക്കെ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ആദ്യത്തെ നമ്പർ എടുക്കുക, 5. ആദ്യത്തെ നമ്പർ ആരാണ്? 5. 6ന്റെ ടേബിളിൽ 5 ഉണ്ടോ? ഇല്ല. കാരണം 6ന്റെ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6ൽ നിന്നാണ് അല്ലേ. 6ന്റെ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6ൽ നിന്നാണ്. 6ന്റെ ടേബിളിൽ എന്തില്ല? 5 ഇല്ല. അതായത് 5 ചെറുതാണ്, 6നെയും കാട്ടും ചെറുതാണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 2 നമ്പർ എടുക്കുന്നു, 53. ആദ്യത്തെ 2 നമ്പർ എടുക്കുക, 53. 6ന്റെ ടേബിളിൽ 53 ഉണ്ടോ നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കി. 6ന്റെ ടേബിളിൽ 53 ഉണ്ടോ? 6 × 6 എന്ന് പറഞ്ഞാൽ 36 ആണ്. 6 × 7 എന്ന് പറഞ്ഞാൽ 42 ആണ്. പിന്നെയോ 6 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48 ആണ്. 6 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 54 ആണ് അല്ലേ. 54. ഇതിലൊന്നും 53 ഇല്ല. 54 ഉണ്ട്, 53 ഇല്ല. അപ്പോൾ 54 നമുക്ക് എടുക്കാൻ പറ്റില്ല. താഴെയുള്ള നമ്പറായ 48 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എത്ര ടൈംസ്? 8 ടൈംസ്. 8 × 6 48. സബ്ട്രാക്ട് ചെയ്യുക. 13 8 പോയാൽ 5 ആണ്. ഈ 2 താഴേക്ക് ഇറക്കുക, 52.
ഇനിയും നോക്കുക, നമ്മുടെ ടേബിളിൽ 52 ഉണ്ടോ? ഇല്ല, 54 ആണുള്ളത്. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? 48. അപ്പം നമ്മൾ പിന്നെയും എന്തെടുക്കണം? 48 തന്നെ എടുക്കണം. 12 - 8. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, കോഷ്യൻ്റ് ആയിട്ട് വരുന്നത് 88ഉം റിമൈൻഡർ ആയിട്ട് വരുന്നത് 4ഉമാണ്. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇതാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിസ് എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ്, ഒരു വേർഡ് പ്രോബ്ലം ആണ്. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷനായ ഡിവിഷൻ ചെയ്ത് അതിൻ്റെ ആൻസർ എത്രയെന്ന് കൃത്യമായിട്ട് താഴെ കമൻറ്റിലൂടെ മിസ്സിനെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ അറിയാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഡിവിഷൻ അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി പറ്റും. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.